എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ എത്താറായിട്ടുണ്ട്. ഏകദേശം ഇനി 3 ദിവസമേ ഉള്ളൂ തിരുവോണത്തിന്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓണക്കോടി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഓണക്കോടി എടുത്തിട്ട് വന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഓണക്കോടി കണ്ടാലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഓണക്കോടി എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് സാരിയൊന്നും അമ്മ എടുത്തിട്ടില്ല. അമ്മ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നൈറ്റിയാണ് കേട്ടോ. 4 നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എനിക്കൊരു ടോപ്പ്, നീനയ്ക്കൊരു ടോപ്പ്. അതായത് ടോപ്പ് മോഡലല്ല, അതായത് അംബ്രല്ല മോഡലായിട്ടുള്ള ഒരു ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതാകുമ്പം നമുക്ക് ലെഗിൻസോ പാൻറ്റോ ഒന്നും ഇടേണ്ട കാര്യമില്ല ഗൈസ്. അപ്പോൾ ഫ്രോക്ക് പോലെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണാം. വരും. ഇതാണ് അമ്മയുടെ ഒരു ഓണക്കോടി കേട്ടോ. അതായത് സാരി ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ കടയിൽ ആണല്ലോ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈറ്റി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് സാരികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ സാരി ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ 4 നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 3 ശക്തി എന്നും പിന്നെ ഒരെണ്ണം ഞങ്ങളുടെ പരിചയക്കാരെ കണ്ടപ്പോൾ അവരുടെ അതായത് അവർ സ്റ്റാൾ ഇട്ടേക്കുന്നിടത്തുനിന്ന് ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അമ്മയുടെ ഒരു നൈറ്റി കേട്ടോ. നല്ല സ്റ്റഫൊക്കെയാണ്, നല്ല കളറൊക്കെയാണ് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട് അല്ലേ കാണാൻ. നല്ല സ്റ്റഫാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയും നൈറ്റി എടുത്തിട്ടുണ്ട്. ഇത് നൂത്ത് കാണിച്ചു കൊടുക്കും. ഇത് അമ്മയുടെ നൈറ്റിയാണ് കേട്ടോ. നല്ല സ്റ്റഫാണ് കേട്ടോ. അതായത് റേറ്റ് കുറവാണെങ്കിൽ പോലും, അതായത് ഹോൾസെയിൽ ആയതുകൊണ്ടാണ്. റേറ്റ് അധികം കുറവൊന്നുമില്ല. 200 അല്ലേ, 195 ഒരു നൈറ്റി. ഹോൾസെയിൽ ആയതുകൊണ്ടാണ്. അത് റീറ്റെയിൽ ആയിരുന്നെങ്കിൽ ഒരു 300 നമ്മൾ മേടിക്കുന്ന ഒരു നൈറ്റിയാണ്. അപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും വില കുറവ്. നല്ല കളറും നല്ല സ്റ്റഫും ഒക്കെയാണ് കേട്ടോ. ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റഫൊക്കെയാണ്. ഇനി ഉണ്ട് ഒരെണ്ണം കൂടെ. ഒരെണ്ണം അല്ലല്ലേ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. ഇത് രണ്ടും ഈ ഒരെണ്ണം കൂടെയാണ് ഞങ്ങൾ ശക്തി ടെക്സ്റ്റൈൽസിൽ നിന്ന് മേടിച്ചത് കേട്ടോ. നല്ല സ്റ്റഫ് അല്ലേ, സ്റ്റഫും കൊള്ളാം, മോഡലൊക്കെ കൊള്ളാം അല്ലേ. ഇതുപോലത്തെ മോഡലൊന്നും ഞങ്ങൾ ഇതുവരെയ്ക്ക് എടുത്തിട്ടില്ല ഗൈസ്. ഇതാണ് അമ്മയുടെ 3 ഓണക്കോടിയാണ്. അല്ല 3 അല്ല 4 ഓണക്കോടിയാണ് കേട്ടോ. ഇത് അത് നമ്മുടെ പുതിയത്. അത് ഈ 3 എടുത്തിട്ടില്ലായിരുന്നു. ആ ഒരെണ്ണം കടയിൽ എടുത്തിട്ടുണ്ട് പോയായിരുന്നു കേട്ടോ. അതങ്ങനെ മടക്കി ഉച്ചയ്ക്കാണ്. ഇതാണ് ഞങ്ങൾ സ്റ്റാളിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഇത് 100 രൂപയാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൈത്തറി ഉണ്ട് കേട്ടോ. കൈത്തറി ഒരു ഷോപ്പുണ്ട്, തുണിക്കടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ 100 രൂപയ്ക്ക് നൈറ്റ് കിട്ടുന്ന ഒരു സ്റ്റാൾ ഇട്ടിട്ടുള്ളതാണ്. സാരി ഏതെടുത്താലും 100, സാരിയും പിന്നെ നൈറ്റിയും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. ഇത് 2 മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമാണെങ്കിൽ ഓണത്തിന് മുമ്പേ പോയി വാങ്ങിക്കാൻ നോക്കുക. സെയിൽ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ കുറച്ചുകൂടെ കമ്പനി ഐറ്റമാണ് കേട്ടോ ഗൈസ്. അത് തുണി സ്റ്റഫൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു 200-നകത്തുള്ള റേറ്റിനുള്ളതാണ്. അത് ഹോൾസെയിൽ ആയതുകൊണ്ടാണ് ഈ വിലയ്ക്ക്. അല്ലെങ്കിൽ 300-350 ആവും റീറ്റെയിൽ പ്രൈസ്. ഇനി ഓണക്കോടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഓണക്കോടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ മകനാണ്, ഒന്ന് എൻ്റെ ഭർത്താവ്. 2 പേർക്ക് 2 ഓണക്കോടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ആർക്കുള്ള ഡ്രസ്സാണെന്ന് അറിയാമോ? ഇത് ആർക്കുള്ള ഡ്രസ്സാമേ? എൻ്റെ ഇളയ സുന്ദരി. അത് നീനയ്ക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് വീഡിയോയിൽ എത്ര കളർഫുള്ളാന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ സൂപ്പറാണ് കേട്ടോ കാണാൻ. അതായത് ഒരു റെയർ ആയിട്ടുള്ളൊരു കളറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. 2-3 ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഡെയിലി യൂസിന് പറ്റിയതാണ്. പിന്നെ സ്റ്റഫും നല്ലതാണ് കേട്ടോ. ഇത് എത്ര 500 സംതിങ് ആണ് അല്ലേ, 540 രൂപയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഓണത്തിനായിട്ട് പിന്നെ എന്തോന്നാ പൊട്ട്, വളകൾ അങ്ങനെയൊന്നും അധികം മേടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം മേടിച്ചത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഈ ഇടയ്ക്കൊക്കെ പോയപ്പം ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നീനയുടെ ഓണക്കോടി കേട്ടോ. അതായത് നമുക്ക് സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതാണ് കേട്ടോ. അത് കൈയൊന്നും അടിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അവളിപ്പോൾ ഇങ്ങനെ ഈ ഡ്രസ്സ് എടുത്തിട്ടിട്ട് വന്നത് കേട്ടോ. അതായത് നീനുവിന് ഈ ഡ്രസ്സ് ചേരണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു റെയർ ആയിട്ടുള്ള കളറാണ് കേട്ടോ. അതായത് 2-3 ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളൊരു കളറാണ്. എനിക്കിഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടാ?
ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ഒരു അനിയത്തി കുട്ടിക്ക് അല്ലേ, അനിയത്തി കുട്ടിക്കും കൂടെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവരുടെ സൈസ് അനുസരിച്ച് അവര് ടച്ചൊക്കെ ഇടുമല്ലോ. അതായത് നമ്മളിപ്പം മേടിച്ചിട്ട് പോകുന്ന ഇപ്പോൾ ഇഷ്ടപ്പെടുവോ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ടൈപ്പ് അവർ ഇടുവോ ഇല്ല എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതിനെക്കാട്ടി ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് തച്ചിടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഹിന്ദിക്കാരൻ്റെതാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ മെറ്റീരിയൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മെറ്റീരിയൽ. ഇത് ചുരിദാർ കേട്ടോ, ചുരിദാർ തയ്ക്കേണ്ട മെറ്റീരിയലാണ്. പ്യുർ കോട്ടൺ ആണ്, പ്യുർ കോട്ടൺ ആണ് കേട്ടോ. നല്ല കളറാണ്, കണ്ടില്ലേ? ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല കളർ കേട്ടോ. സൈഡിൽ ഈ പട്ടിൻ്റെ ഇതൊക്കെ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. 500 രൂപയാണോ? അതെ, ഇതൊരു 500 റുപ്പീസാണ് കേട്ടോ. ഉണ്ടല്ലോ, ഇതാണ്. ഇത് കവറിലാക്കി ഇടുമോ? അപ്പോൾ പിന്നെന്താ മേടിച്ചിട്ടുള്ളത്? പിന്നെ ഞങ്ങൾ ഓണത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് വന്നപ്പോൾ പിന്നെ ഈ എന്താ ബണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബണ്ണ് ഇതൊരു 15 രൂപയാണ്. ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്ത ഇത്രയും ബണ്ണാണ്. പിന്നെ മാലയും ഇതും കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ മേടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. മീഷോന്ന് മേടിച്ചതാണ്. ഇത് മെറൂൺ കളർ മാലയാണ് കേട്ടോ. അതായത് എൻ്റെ ദാവണിക്ക് മേശായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഇത് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നടുക്ക് റെഡ് കളറും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഗ്ലേസിംഗ് ഉള്ള സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു നിക്ലസ് ടൈപ്പ് ഒരു അല്ലേ മാലയാണ് ഗൈസ് ഇത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നെറ്റിച്ചുട്ടിയുണ്ട്. പിന്നെ കമ്മലും ഉണ്ട് കേട്ടോ. കമ്മലിട്ടില്ല, കമ്മലുണ്ട്. അതിൽ കമ്മലുണ്ടെങ്കിൽ എടുത്തരും. അപ്പോൾ ഇതാണ് കേട്ടോ കമ്മൽ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് മെറൂൺ കളറാണ് കേട്ടോ. അതായത് ഇത് ഞങ്ങൾ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് ഓണത്തിന് വേണ്ടി ഞങ്ങളുടെ മറ്റേ കഴിഞ്ഞ വർഷം അതായത് ഗിഫ്റ്റ് കിട്ടിയ ദാവണിയുടെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയുള്ള ഒരു മാലയും കമ്മലും നെറ്റിച്ചുട്ടിയാണ് കേട്ടോ. ഇത് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തതായിരുന്നു. ഇത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം 127 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. പ്ലെയിൻ പോകുന്നു ഗൈസ്. അപ്പോൾ നീനേരെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് സൈസൊന്നും അടിച്ചിട്ടില്ല, സൈസ് അടിക്കേണ്ട കാര്യമില്ല. പിന്നെ കൈ മാത്രം ഒന്ന് അടിച്ചിടണം കേട്ടോ. ഇത് നമ്മൾ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇനി എൻ്റെ ഡ്രസ്സ് ഇവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരട്ടെ ഗൈസ്. ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഇതാണ് എൻ്റെ ഓണക്കോടി ഗൈസ്. ഇങ്ങനെ കെട്ടി വെക്കാറുള്ളല്ലേ. ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ ഗൈസ്. ഇതാണ് കേട്ടോ എൻ്റെ ഓണക്കോടി. ഇത് എൻ്റെ ഓണക്കോടിയും നീനയുടെ ഓണക്കോടിയും അമ്മയുടെ ഓണക്കോടിയും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണക്കോടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി പറയാം. വീഡിയോ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ടാറ്റാ.